നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്റെ ഭാഗ്യം കൊണ്ടാണേ. എല്ലാ സമയവും ഭാഗ്യം തുണയ്ക്കണമെന്നില്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ കണ്ടില്ലേ, അത് ശരിയാണല്ലോ. കഥ നിങ്ങൾക്ക് അറിയില്ലല്ലോ. നുള്ളിപ്പറക്കി 150 രൂപയുണ്ട്. സിനിമാ ടിക്കറ്റ് 160 രൂപയാവും. പിന്നെ 20 രൂപ. സിനിമയുടെ ഇന്റർവെല്ലിനിടയ്ക്ക് നല്ല ചൂട് മുട്ട പപ്സും ചായയും. എന്താ സുഖം. അതിന് 20 പോരാ. ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഒരു ചാക്ക് നിറയും പണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ചില സമയത്ത് എനിക്ക് തന്നെ തോന്നും, എനിക്ക് വല്ല സൂപ്പർ പവർ ഉണ്ടോന്ന്. അല്ലെങ്കിൽ ഇത്രയും പേര് നടക്കുന്ന ഈ വഴിയിൽ ഇത് എന്റെ കണ്ണിൽ തന്നെ കാണിച്ചെന്ന്. നിങ്ങളത് കണ്ടോ? ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇതെനിക്ക് കളഞ്ഞു കിട്ടിയത് ദൈവം തന്നു. കളഞ്ഞു കിട്ടിയ പൈസ എടുത്തത് തെറ്റാണ്. സ്വന്തം സാധനം സൂക്ഷിക്കാൻ കഴിവില്ലാത്തവന്മാരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകുന്നത് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ല. ഞാൻ കളഞ്ഞിട്ട് പോയതല്ലേ. എന്നാലും ഞാനിതിവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നോക്കുക. ഇത് അയാൾക്ക് തന്നെ കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ? ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ദൈവമേ, ഒരു പണിയെടുക്കാതെ ഇതുപോലെ റീൽസും കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ പൈസയാണെങ്കിൽ ബ്രാക്ക് ഉറപ്പാ. നമുക്കെന്തിനാ വല്ലോന്നെ ബ്രാക്ക്? തക്കാലം ഈ പൈസ ഈ വഞ്ചിരിട്ടെ. ദൈവമേ, ഇന്നത്തെ പോലെ ഭാഗ്യം എനിക്ക് എന്നും ഉണ്ടാവണേ. കളഞ്ഞു കിട്ടുന്ന ഒരു ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കണേ. സെക്കൻഡ് ആയാലും മതി. എന്തൊരാശ്വാസം. എനിക്ക് ആ 100 രൂപ കളഞ്ഞു പോയതിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത്. അധ്വാനത്തിന്റെ ഫലമല്ലാത്തത് നിലനിൽക്കുന്നില്ല. ഭാഗ്യം എപ്പോഴും ഒരാളുടെ മാത്രമാണ്.